കേരളം അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ആഭാസ പ്രസംഗം നടത്തിയ TG അറസ്റ്റ് ചെയ്യണം, പക്ഷെ അറസ്റ്റിലോ ഈ പ്രചരിക്കുന്ന ഫോട്ടോ AI ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം കേരളത്തെ ഉണർത്തിയ പ്രതികരണങ്ങൾ വന്നത് മാധവ് സുരേഷും രഞ്ജിനി ഹരിദാസുമാണ്. തീർച്ചയായിട്ടും AIFും DYFും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ സമരം ചെയ്തു, വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ കേരളത്തെ ഉണർത്തിയത് കാര്യം പ്രത്യേകിച്ച് പ്രകടമായ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഇവർ പൊതുസമൂഹത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ മാധവ് സുരേഷിനും രഞ്ജിനി ഹരിദാസിനും ഒരു വലിയ സല്യൂട്ട്. നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. ഇനി രണ്ട്, ഈ ഫോട്ടോ AI നിർമ്മിതം മാത്രമാണ്. TGയെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതോ ഒരാൾ ഉണ്ടാക്കിയത് മാത്രമാണ്. ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാകണമെന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല, കേസ് എടുത്തത് മാത്രമേ ഉള്ളൂ. ഇനിയും ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണം പരിശോധിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാധവ് സുരേഷ്, യു ആർ എ ഹീറോ. മാധവ് സുരേഷ് തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. ഓർക്കുക, BJPയിൽ നിൽക്കുന്ന ശ്രീ സുരേഷ് ഗോപിയെ പോലെ പ്രമുഖനായ ഒരു നേതാവിന്റെ മകൻ അത് പറയാൻ വല്ലാത്തൊരു ആർജവും ഉൾക്കരുത്തും വേണം. സുരേഷ് ഗോപിച്ചേട്ടൻ ആ പയ്യനെ നന്നായി വളർത്തിയോണ്ടാണ്. അതായത് നല്ല വീട്ടിൽ ജനിച്ചതിന്റെ സംസ്കാരമാണ് മാധവ് സുരേഷ് കാണിക്കുന്നത്. ഒരു സംശയവുമില്ല, വലിയ ധൈര്യവും ആണത്വവുമാണ്. നമ്മുടെ മാധവിന്റെ പ്രതികരണമാണ്. ഇതിലും സംസ്കാരം മൃഗങ്ങൾക്കുണ്ടാകും, ഇയാളെ ജയിലിൽ അടയ്ക്കണം. TG മോഹൻദാസിനെതിരെ മാധവ് സുരേഷ്. അത് മാധവിന് പറയാൻ കഴിയുന്നത് നമ്മൾ സാധാരണക്കാർ പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കുന്നവർ പറയുന്നത് പോലെയല്ല, സെൻട്രലിൽ നിൽക്കുന്നവർ പറയുന്നത് പോലെയല്ല. മാധവിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. മാധവിനെ പോലെ ആർജവും ഊർജവും ഉള്ള ഒരു വരണം. ആ രീതിയിൽ ശക്തമായ എന്താ പറയുക പ്രതികരണം മാധവന്റെ ഭാഗത്തുനിന്നുണ്ടായി. മാധവന് മറ്റൊരു രാഷ്ട്രീയം കാണാം, മറ്റൊരു വീക്ഷണം കാണാം. പക്ഷെ ന്യായത്തിന്റെ കാര്യത്തിൽ, നീതിയുടെ കാര്യത്തിൽ നമുക്ക് കോമൺ ഗ്രൗണ്ടുകൾ കണ്ടെത്താൻ കഴിയണം. അതാണ് അതിലെ പോയിന്റ്. അടിസ്ഥാനപരമായി ഇനി രണ്ട്, എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ട്, മാധവന്റെ വാർത്ത കവർ ചെയ്തിട്ടുണ്ട്. മാധവ് അത് ചെയ്യുന്നത് ഒരു ത്യാഗം കൂടി ചെയ്തുകൊണ്ടാണ്. അതായത് കൂടെ നിൽക്കുന്ന പലരും മാധവിനെ ആക്രമിക്കും. ഇപ്പം തന്നെ മാധവിനെ കുറിച്ച് തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന പല ആൾക്കാരും ഭയങ്കര സംസ്കാരശൂന്യമായ കമന്റുകൾ ഓൾറെഡി പറയുന്നുണ്ട്. ഇത് കേൾക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്, എത്ര വയസ്സാണ്, 26 വയസ്സാണ്, അല്ലെങ്കിൽ 20s, ബിലോ 30s, ഈ 30 വയസ്സിൽ താഴെയുള്ള മാധവ് ചെയ്യുന്നത് നമ്മൾ മാധവിനെ അഭിനന്ദിക്കണം. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് രഞ്ജിനിയും അതിശക്തമായ രീതിയിലുള്ള പ്രതികരണം. TG മോഹൻദാസ് അപ്പൂപ്പൻ, ലൈക് അപ്പൂപ്പന്റെ വയസ്സുള്ള എന്റെ അപ്പൂപ്പന്റെ വയസ്സുണ്ടാവും. ഹി മസ്റ്റ് ബി 70-80-year-old man. മൈ ഗോഷ്, എന്താണ് പറയണത്? ഇത്രയും ഡെക്കേഡ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പം എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ഇതൊക്കെയാണ് അന്ധമായ പോളിറ്റിക്സ്. അത് ഏത് പോളിറ്റിക്സ് ആണെങ്കിലും അന്ധമായ പോളിറ്റിക്സ്. ഒരു കാര്യം കൂടി, രഞ്ജിനി ഹരിദാസ് ഇതിന്റെ ആദ്യ വീഡിയോയിൽ ജാൻമണിയെ ശക്തമായി തള്ളി പറഞ്ഞു. ജാൻമണി പറഞ്ഞത് ശരിയായില്ല, പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം പാടില്ല, അത് തെറ്റാണ്, അതിശക്തമായ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഞാനും അടക്കം മുമ്പ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ ആരും അധിക്ഷേപിക്കുന്നത് ശരിയല്ല, അതിന് there are no two ways about it. പക്ഷേ അതിനേക്കാൾ വലിയ ക്രൈമാണ് റേപ്പ് അടക്കമുള്ള പരാമർശങ്ങൾ. അവിടെ വരുന്ന പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നും ഇവരെ എന്താ പറയുക കൊലപാതകം നടത്തണമെന്നും ഒക്കെ പറയുന്നു. ഒരു അജണ്ടയും ഒരു വിശ്വാസവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് പോയിസൺ, വിഷം തുപ്പുന്ന മനുഷ്യരാണ് ഇവരെല്ലാം, അല്ലേ? You are trying to contaminate us by saying this bullshit. What did you say? വിഷമാണ്. ഓൾറെഡി ലാത്തി ചാർജ് ചെയ്തതും അതൊക്കെ അവർ ഓൾറെഡി ചെയ്തു, മനസ്സിലായില്ലേ? വെടി വെച്ച് കൊല്ലൂന്ന്, പെറുക്കിയെടുത്ത് കളയാം. താങ്കൾ പറഞ്ഞതാണോ, താങ്കൾ ആരെയോ ഇത് വായിച്ചതാണോ എനിക്കറിയില്ല. ബിക്കോസ് ഈ ക്ലിപ്സിനൊന്നും എനിക്ക് വിശ്വാസമല്ല. എല്ലാം പണ്ടരം ഡോക്ടേർഡ് ആണ്. I don't know which is real, which is not real. Like, and then he went on to say something like ലെഫ്റ്റ് എന്താ പറയാ, ഇങ്ങോട്ട് നിൽക്കുന്ന എല്ലാം, ലെഫ്റ്റിന്റെ സൈഡിലേക്ക് നിൽക്കുന്ന എല്ലാത്തിലും ഉള്ള സ്ത്രീകൾക്ക് ബലാത്സംഗം, റേപ്പ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ അവിടെ പോയി നിൽക്കുന്നത് എന്ന് അവരെ റേപ്പ് സം ഷിറ്റ്. Brother, do you even know what rape is? താങ്കളുടെ വിചാരം റേപ്പ് ആണോ സെക്സ് ആണോ? Yeah, we like sex, bro. What do you mean rape? I don't understand. എനിക്കത് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. താങ്കളെ പൊട്ടെന്ന് പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് ഐ ഷുഡന്റ് സേ പൊട്ടൻ. ലൈക്ക് I know that it's not a derogatory term. എനിക്കറിയാം. But I'm saying, but I mean പൊട്ടൻ, I mean fool, right? Fool is a compliment for you. Oh, like നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ടോ? നിങ്ങളുടെ ചുറ്റും പെൺമക്കളുണ്ടോ? നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആവില്ലേ? ലൈക്ക് what is this venom you're spitting, yo? Like, and then നിങ്ങളുടെ ഈ സോ കോൾഡ് ഐഡിയോളജി
ഇങ്ങനത്തെ ആൾക്കാർ ഐ എം ടെലിംഗ് യു ദീസ് സോർട്ട് ഓഫ് പീപ്പിൾ. അന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ദയനെ അബ്യൂസ് ചെയ്ത ഒരു ലേഡി, there's some audio clip of hers where she's also saying some shit. All of ഇവരുടെ ഒക്കെ I'm telling you, people who spit venom should not be allowed to talk, because ഇങ്ങനത്തെ ആൾക്കാരുടെ ഇങ്ങനത്തെ ഐഡിയോളജിയാണ് നമ്മുടെ ഈ സമൂഹത്തെ പോയിസണസ് ആക്കുന്നത്. Correct. A few bad apples make it poisonous. So അദ്ദേഹം പറഞ്ഞ ഈ വെടിവെച്ച് കൊന്ന എല്ലാത്തിനും കുറച്ച് ഡാമേജ് അല്ലേ, കുറച്ച് പേരെ പിറകെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നത് ശരിക്കും if I could murder, you guys are on my list, I've added you to my list as well, but it's illegal unfortunately. Adonde stop spitting venom, stop it. It's not cool. It's not cool. And ഇതൊക്കെ വരുന്നത് എന്റെ ജനറേഷനിലെ ആൾക്കാരുടെ മൂത്ത ആൾക്കാരിലേക്കാ. ഈ പുതിയ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നമില്ല, അവർക്ക് ബുദ്ധിയുണ്ട് നമ്മുടെ വീഡിയോസ് ഒന്നും കാണാതിരിക്കാനും. You know what I'm saying? I think they don't want this sort of negativity, ഈ sort of toxic conversations. No wonder, you know, they probably don't want to have to do anything with us, because we are terrible. What is this sort of behavior? It's unbelievable. എനിക്ക് മനസ്സിലാവണില്ല. And it frustrates the living daylights out of me. See, ആ രീതിയിലുള്ള രഞ്ജിനി ആ പറഞ്ഞതും ഇഫ് ഐ കുഡ് മർഡർ ആ കമന്റ് വേണ്ടാത്തതാണ്. പക്ഷെ ലാർജർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. സമാധാനത്തിന്റെ പാതയിൽ, പരസ്പര ബഹുമാനത്തിന്റെ പാതയിൽ തന്നെ പോകണം. ഈ വിഷയത്തിൽ കേരളത്തെ ഉണർത്തിയത് തീർച്ചയായിട്ടും ഇടത് യുവജന പ്രസ്ഥാനങ്ങൾക്ക് ആ രീതിയിൽ വലിയ പങ്കുണ്ട്, ഒരു സംശയവുമില്ല. AYFും DYFയും അടക്കമുള്ളവർ ശക്തമായി തന്നെ പോരാടി. അവർക്കെതിരെ പലതും കേസ് വന്നു. TG മോഹൻദാസിന് വരുന്നതിന് മുമ്പേ കേസ് വന്നു. അത് പോട്ടെ, മറ്റൊരു വിഷയം, അത് നമുക്ക് മറ്റൊരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ കേരളത്തെ ഉണർത്തിയത് മാധവ് സുരേഷും രഞ്ജിനി ഹരിദാസുമാണ്. മാധവനും രഞ്ജിനിക്കും സല്യൂട്ട്.